മലയാളത്തിൻ്റെ എന്നെ യുവത്വ കാലത്ത്, എൻ്റെ കൗമാരകാലത്ത് എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് പി മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ ഡൽഹി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് കുറേ കൂട്ടുകാർ ചേർന്ന ഒരാളെ ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ നിസ്സംഗതയോടുകൂടിയാണ്, വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് അവർ ക്ഷണിക്കുക. ആ കഥയുടെ ഇതിവൃത്തം തന്നെ ഇങ്ങനെയാണ്: ഖബറിൻ്റെ ഉള്ളിൽ നിന്ന്, ഇരുളിൽ നിന്ന് ഒരു പ്രാവ്, കൊച്ചരിപ്രാവ് ഉയർന്നു വന്ന് പറന്ന് നാനക് ചന്ദിൻ്റെ മൂർധാവിൽ ഉമ്മ വയ്ക്കുന്ന ആണ് അതിൻ്റെ ഒരു സൂത്രവാക്യം, ഭരതവാക്യം. അപ്പോൾ വളരെ നിസ്സംഗതയോടുകൂടി നിൽക്കുന്ന ഒരു ചിത്രം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിൻ്റെ തത്വശാസ്ത്രം ഈ നിസ്സംഗതയാണ്. എസെക്കിയേൽ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത് ഹൃദയത്തിലെ കല്ല് എന്നാണ്. പുതിയ നിയമത്തിൽ പരിക്കേറ്റ ഒരാൾ വഴിയിൽ കിടക്കുന്നുണ്ട്. അയാൾ 3 തരത്തിലുള്ള മനുഷ്യരെയാണ് കാണുന്നത്. ഒന്നാമത്തേത് അപരൻ്റെ വസ്തു എൻ്റെ വസ്തുവാണെന്ന് കരുതുന്ന ഒരാളെക്കുറിച്ചാണ്. അത്തരത്തിൽ ഉള്ള ആളുകളുടെ ഗണത്തിൽ നമ്മൾ ഒരിക്കലും ഉൾച്ചേർന്നിട്ടുണ്ടാവില്ല എന്നത് വളരെ സത്യമാണ്. രണ്ടാമതൊരു കൂട്ടരെക്കുറിച്ച് പറയുന്നത് അവരുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടി പോകുന്നവരാണ്. അവർക്ക് പല കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതിൽ നിഷ്ഠയോടുകൂടി അനുഷ്ഠാനം പൂർത്തിയാക്കാൻ പോകുന്ന ഒരു ഗുരുവുണ്ട്, അച്ഛൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരാളുണ്ട്. നിഷ്ഠയോടെ മതാധ്യാപനം നടത്തുന്ന ഒരു ഗുരുവുണ്ട്. ആ കാലഘട്ടത്തിൽ മതങ്ങളെക്കുറിച്ച് പറയുന്നവരൊക്കെ കൊല്ലപ്പെടണമെന്ന നിഷ്ഠയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു എന്ന ഒരു ചെറുപ്പക്കാരൻ ആ കഥയിൽ നിർബന്ധമായും മതാനുഷ്ഠാനങ്ങളെ പുനർവിചിന്തനം നടത്താൻ വേണ്ടി ഒരാളെ 1-2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നു വേണ്ട, ഇന്നത്തെ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള രണ്ടാമത്തെ ഗണത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ അതിൽ പെടാൻ സാധ്യതയുള്ളവരാണ്. അവർക്ക് വളരെയധികം സ്വീകാര്യതയുണ്ട്. തങ്കപ്പെട്ട മനുഷ്യരാണ് അവർ. ശൈശവത്തിൽ മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ പോകുന്നിടത്തിൽ അധ്യാപകരുടെ പ്രിയപ്പെട്ടവരെ, ദാമ്പത്യത്തിൽ നല്ല ജീവിത പങ്കാളി, അങ്ങനെ പലതരത്തിലുള്ള സ്വീകാര്യത ഏറെയുള്ള മനുഷ്യരുടെ ഗണത്തിൽ പെട്ടവരാണ് അവരെ നോക്കിയാണ് ഈശോ നിസ്സംഗർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഗണമുണ്ട്. അത് തങ്ങൾക്കുള്ളത് പോലും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണെന്ന് കരുതുന്ന ആളുകളാണ്. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ഒട്ടും ആഗ്രഹിക്കാത്തവർ. ഒരു കണക്ക് പുസ്തകത്തിലും തങ്ങളുടെ പേരെഴുതി ചേർക്കണം, തങ്ങളുടെ ചിത്രം വരണമെന്ന് ആഗ്രഹിക്കാത്തവർ. അയാൾ കഴുതപ്പുറത്ത് കയറ്റുമ്പോൾ ആ വഴിയിൽ കിടന്ന മനുഷ്യന് ബോധം പോലും ഉണ്ടായിരുന്നുണ്ടാവില്ല. അയാൾക്ക് ബോധം തെളിയുമ്പോൾ സത്രത്തിൽ കൊണ്ടുപോയി എന്ന് അവകാശപ്പെടാൻ അയാൾ നിൽക്കുന്നില്ല. പിന്നെ വന്ന് കണക്ക് തീർക്കാമെന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് അദ്ദേഹം വന്നത് എന്ന് നമുക്കറിയുന്നില്ല. പ്രിയമുള്ളവരെ, ആ കഥയുടെ അവസാനമാണ് ക്രിസ്തു പറയുന്നത്, നീയും പോയി അപ്രകാരം ചെയ്യുവിൻ. 3 ഇടങ്ങളിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, പുതിയ നിയമത്തിൽ നീയും പോയി അപ്രകാരം ചെയ്യാനായിട്ട് പറയുന്നത്. 1, ഈ സമറിയക്കാരൻ്റെ ഉപമയുടെ അവസാനത്തിലാണ്. 2, ഈശോ അന്ത്യത്താഴത്തിൽ പാദം കഴുകി കഴിഞ്ഞിട്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, വലിയവൻ ആരെന്ന തർക്കത്തിൻ്റെയൊക്കെ ഉത്തരമായിട്ട്. 3, തൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളും എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞത്. ഇന്ന് ഈ ചാരിറ്റി സന്ധ്യയിൽ അഭിനന്ദ പിതാക്കന്മാരൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ ലയോ 14 പാപ്പ ഇന്ന് രാവിലെ പിതാവ് എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ പ്രസംഗം ഒന്ന് കേൾക്കണം. ഇബ്രാഹിം ട്രാവോർ എന്ന് പറയുന്ന ബുറുക്കാനയിലെ പ്രസിഡൻറ്റിൻ്റെ ഉള്ള മറുപടിയായി ലയോ പാപ്പ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞേക്കുന്നത്, സ്നേഹമില്ലാതെ ഒരു ചാരിറ്റിയും ഇല്ല. സ്നേഹമാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു, മനുഷ്യൻ്റെ മഹത്വവും അന്തസ്സുമാണ് എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം. എല്ലാ സ്നേഹത്തിലും അപ്രകാരം ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലായി നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തികൾ നിസ്സംഗത വർദ്ധിക്കുന്നിടത്ത് സംഗതയുള്ളവരായി നിങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഈ കാര്യങ്ങൾ കൂടുതൽ ഫലവത്തായി തീരട്ടെ എന്ന ഒരു എളിയ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
Next, we will be having our charity kickoff. So I would like to invite our ex officio, Jose Maliel. ചാരിറ്റി കാര്യങ്ങളെപ്പറ്റി പ്രസിഡന്റ് വ്യക്തമായി വളരെ കൂടുതൽ സംസാരിച്ചു. അത് ഞാൻ ആ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരു നമ്മൾ സ്വീകരിച്ച രണ്ട് മൂന്ന് വ്യക്തികളുടെ ആശംസകളും അവരുടെ അനുഭവങ്ങളും അവർ ചെറിയൊരു വീഡിയോ, ഒരു 3 മിനിറ്റുള്ള വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ചാരിറ്റിയുടെ കിക്ക് ഓഫ് നടക്കുകയാണ്. അപ്പോൾ അത് ആ സമയത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും സോണൽ ഡയറക്ടേഴ്സും എല്ലാ ഭാരവാഹികളും ഈ 2 സൈഡിലോട്ട് വരണം. കാരണം നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കേണ്ടതുകൊണ്ട് നിങ്ങൾ ആ എല്ലാ ഭാരവാഹികളും ഇതിൻ്റെ സൈഡിലോട്ട് വന്ന് നിൽക്കണം. ഈ വീഡിയോ കഴിഞ്ഞ് നമ്മുടെ ചാരിറ്റി കിക്ക് ഓഫ് നടക്കുകയാണ്. താങ്ക് യു. ചാരിറ്റി ചെയർമാൻ ജോസഫ് മാത്തിൽ ഇൻചക്കിൽ നിന്നും ശിഫാനസ് തിരുമേനി സ്വീകരിക്കുന്നു. രണ്ടാമത്തെ ചെക്ക് നവജീവനുള്ളതാണ്. അത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ജെയിംസ് അത്തിക്കുളം പിതാവിന് കൊടുക്കുന്നു. The Chair of the Board of Trustees, Mr. Lijo John, for a felicitation message. നമ്മുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ചിട്ട് വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും നല്ലൊരു സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാക്കുകളല്ല, പ്രവൃത്തിയാണ് മുഖ്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം വരുന്ന തലമുറയ്ക്ക് സ്നേഹത്തിൽ കൂടെയും പരസ്പര സഹായത്തിലൂടെയും പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ പിതാക്കന്മാർ നൽകി തന്ന വിശ്വാസം നമ്മുടെ വരും തലമുറയ്ക്കും നമ്മുടെ സഹജീവികളെ ആദരപൂർവ്വം സ്നേഹിക്കുകയും അവർക്ക് അവരുടെ സഹായങ്ങളിൽ നമ്മൾ കൈത്താങ്ങാകുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഈ വർഷം ഇവിടെ നേതൃത്വം നൽകുന്ന റോയി ആൻ്റണിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ടീമിനും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും സോണൽ ഡയറക്ടേഴ്സിനും ബോർഡ് ട്രസ്റ്റി ചെയർമാൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ അനുമോദനങ്ങളും ഈ നിമിഷം ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാത്തലിക് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് സഹകരിക്കുവാൻ താല്പര്യമുള്ള, പരസ്പരം സഹകരിച്ചും സ്നേഹത്തോടു കൂടിയും നമ്മുടെ ഉള്ള സമയങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാ വ്യക്തികളെയും ഈ കാത്തലിക് അസോസിയേഷനിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും ഒത്തിരി പ്രവർത്തനങ്ങളും പരിപാടികളും ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരാതെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Next, we'll be having our souvenir release. I would like to invite Swapna Maliel to the stage. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ മുഖപത്രമായ കാത്തലിക് വോയിസിൻ്റെ പ്രകാശനം ആണ് അടുത്ത ചടങ്ങ്. As you all know, this is not an easy task, and it wouldn't have been possible without the hard work, effort, and dedication of many people. And they spend so much time to make this a success within a short period of time. So I want to give a big shout out to our chief editor, Alex Thomas. And also a big round of applause to the editorial board. And this is also a proud moment for our president, Roy Anthony, and all executive committee members for their contribution to make this a success. So, in a nutshell, unity, that's what the success of India Catholic Association of America. So let's invite our chief editor, Alex Thomas, onto the stage for the souvenir prakashanam. And also I would like to invite all the executive committee members and the editorial board to come onto the stage. Thank you. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ഇത് ഒരു ഈസ്റ്റർ സെലിബ്രേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുകയാണ്. സപ്തസാഗരങ്ങളും കടന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വിശ്വാസവും പേറി ഇവിടെ കുടിയേറിയ നാം
ആദ്യമേ കൂട്ടായ്മയിൽ തുടങ്ങി അത് ഒരു അസോസിയേഷനായി വളർന്ന് ഇന്ന് 46 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. അവരിൽ ചിലർ നമ്മെ വിട്ടുപോയി. അവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. (1984) പ്രസിഡൻ്റായിരുന്ന ശ്രീ ജോസ് പുതിയാമഠത്തിൻ്റെ കാലത്താണ് കാത്തലിക് അസോസിയേഷൻ്റെ മുഖപത്രമായ കാത്തലിക് വോയിസ് ഇവിടെ തുടങ്ങിയത്. ഇന്നോളം അത് അഭംഗുരം തുടർന്നു പോന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ 2023-24 വർഷങ്ങളിലെ അത് പ്രസിദ്ധീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുറവ് നികത്തി 2023-24 വർഷങ്ങളിലെ പ്രവർത്തന റിപ്പോർട്ടും ചിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സോവിനിയർ ഇവിടെ റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്നെ സഹായിച്ച നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ബോർഡ് ഓഫ് ട്രസ്റ്റി, സോണൽ ഡയറക്ടേഴ്സ്, എഡിറ്റോറിയൽ ബോർഡ്, ഇവരുടെ എല്ലാം സഹായ സഹകരണങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി 2025 കാത്തലിക് വോയിസ് ഇവിടെ പ്രകാശനം ചെയ്യുവാനായി നിങ്ങളുടെ മുൻപിൽ സാദരം സമർപ്പിക്കുകയാണ്. ഈ മാഗസിൻ്റെ പ്രകാശനത്തിനായി നമ്മുടെ പ്രിയപിതാവ് മാർ ജെയിംസ് അത്തിക്കുളത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രയുമല്ല, ഇതിൽ കൂടുതൽ പേജുകളുണ്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് അത് മൊത്തം നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. എല്ലാവർക്കും അതിൻ്റെ ഡിജിറ്റൽ വേർഷനും അതുപോലെ തന്നെ കോപ്പി ആവശ്യമുള്ളവർക്ക് കോപ്പിയും തരുന്നതായിരിക്കും. താങ്ക് യു. Next, I'd like to invite Mr. Albert Daniel for a song. मुसाफिर हो यारो, न घर है न ठिकाना, हे मुसाफिर हो यारो, न घर है न ठिकाना,
मुझे चलते जाना है, बस चलते जाना। मुसाफिर हूँ यारो, न घर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना। एक राह रुक गई तो जुड़ गई, मैं मुड़ा तो साथ साथ राह मुड़ गई। हवा के परों पर मेरा आशियाना, मुसाफिर हूँ यारो, न घर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना। दिन ने खात काम कर इधर बिता लिया, रात में इशारे से उधर बुला लिया। सुबह से शाम से मेरा दोस्ताना, मुसाफिर हूँ यारो, न घर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना। मुसाफिर हूँ यारो, न घर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना। Thank you. Next, we'll be honoring our past presidents. I would like to call up Anto Varki and Lissy Alex. 46 വർഷം പിന്നിടുന്ന നമ്മുടെ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ഈ ഈസ്റ്റർ വേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം ഇവിടെ പ്രസിഡന്റും മറ്റു പലരും ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 46 വർഷം മുമ്പ് ഒരു ശൂന്യതയിൽ നിന്നും ഇവിടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി ഒന്നുമില്ല. കുറച്ച് മലയാളി, 1-2 മലയാളി അസോസിയേഷൻ മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനിയാണല്ലേ അല്ലെങ്കിൽ കാത്തലിക്കാണല്ലേ എന്ന് പരിചയപ്പെട്ട മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും അതിനുശേഷം ഇംഗ്ലീഷ് പള്ളിയിൽ ചെന്നപ്പോൾ അവിടെയും കുറേ മലയാളികളെ കണ്ടു. മലയാളിയാണല്ലേ എന്നൊക്കെ പരിചയപ്പെട്ട് ഫോൺ നമ്പർ മേടിച്ചു. ഫോൺ നമ്പർ, സെൽഫോണില്ല, ലാൻഡ് നമ്പറേ ഉള്ളൂ. കുറച്ച് പേർക്ക് ലാൻഡ് നമ്പറും ഇല്ല, കാറില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ മുൻ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഈ അസോസിയേഷൻ ഉണ്ടാക്കിയത് എന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു പക്ഷേ ഇവിടെ ന്യൂ ജനറേഷൻ തോന്നിയേക്കാം, എന്തിനാണ് ഈ വൈകിയ വേളയിൽ ഇത്രയും സമയമെടുത്ത് ഈ പ്രസിഡന്റുമാരെ ആദരിക്കുന്നത് എന്ന് തോന്നിയേക്കാം. അതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് ഈ പ്രസിഡന്റുമാരെ ആദരിക്കാം.
ഏറ്റവും സീനിയറായിട്ടുള്ള, ഇപ്പോൾ ഉള്ളതിൽ സീനിയറായിട്ടുള്ള ഈ അസോസിയേഷൻ്റെ ഫൗണ്ടിങ് മെമ്പർ കൂടിയായ മുൻ പ്രസിഡന്റ്, BOT ചെയർമാൻ, ഇപ്പോഴും ഈ അസോസിയേഷൻ്റെ ബോർഡ് മെമ്പറായ ശ്രീ KJ ഗ്രിഗറി, പ്ലീസ് കം ടു ദി സ്റ്റേജ്. ഇതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: KJ ഗ്രിഗറിയെ പ്രസിഡന്റിനെ അത്തിക്കുളം പിതാവ് ഷോൾ അണിയിക്കും. അതിനുശേഷം തിരുമേനി പ്ലാക്ക് കൊടുത്ത് ആദരിക്കും. അതിനുശേഷം ഒരു സെക്കൻഡ് ഫോട്ടോ. ആദ്യത്തെ പ്ലാക്ക് മാത്രം വായിക്കും. കാരണം പിന്നീടുള്ള പ്രസിഡന്റുമാരുടെ പ്ലാക്ക് എല്ലാം പേര് മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പ്ലാക്ക് മാത്രമാണ് വായിക്കുന്നുള്ളൂ. Proudly presented to KJ Grigory, President 1990. With heartfelt gratitude, we honor your visionary leadership, devoted service, commitment, faith and guidance, which strengthened our community. Presented by ICAA Executive Committee 2025, May 17, 2025. Hearty congratulations to you, Grigory. താങ്ക് യു ഗിരിഗിരങ്ങൾ. ഗിരിഗിരങ്ങൾ ആ കസേരയുടെ അവിടെ പോയി നിൽക്കുക. ആ കസേര ബാക്ക്ഗ്രൗണ്ട് മാറ്റാട്ടോ ലിജോ, പ്ലീസ്. അടുത്തതായി നമുക്ക് വെൽക്കം ചെയ്യാം 1995-ലെയും 96-ലെയും പ്രസിഡന്റ് ശ്രീ തോമസ്. ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പറാണ്. അതുപോലെ ഇന്ന് ഫൊക്കാന ലീഡറാണ്, അല്ലെങ്കിൽ പല അസോസിയേഷൻ്റെയും ലീഡറാണ്. മലയാളി സംഘ അസോസിയേഷൻ്റെയൊക്കെ ഭാരവാഹിയാണ്. സിറിയക് തോട്ടമാണ്. പ്ലീസ് കം ടു ദി സ്റ്റേജ്. നമുക്ക് സമയം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് സ്പീഡപ്പ് ചെയ്യണമെന്ന് നമ്മളുടെ ടീം അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്തത് സിറിയക് തോട്ടം, ന്യൂയോർക്കിലെ ക്നാനയ മലയാളി കമ്മ്യൂണിറ്റിയുടെ ലീഡറാണ്. പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ്. അടുത്തത് ഷാജി മോഹൻ ഭട്ടം. സിറിയക് തോമസ് 2001-ലെ പ്രസിഡൻ്റാണ്. 2002-ലെ പ്രസിഡന്റ് ശ്രീ ഷാജി മോഹൻ ഭട്ടം നമ്മുടെ കാത്തലിക് അസോസിയേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ് പ്രസിഡൻ്റായ ആളാണ്. എന്നിട്ട് നടപ്പ് തന്നെ നടക്കണത് ഇത്തിരി സ്പീഡിൽ നടക്ക്. പ്രായം കുറഞ്ഞ പ്രസിഡൻ്റാണ്. അതിനുശേഷം കഴിഞ്ഞ 30 വർഷമായിട്ട് അസോസിയേഷനിൽ വളരെ ഭംഗിയായി, വളരെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളാണ്, സേവനം ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും ബോർഡ് മെമ്പറാണ്. അടുത്തത് ജോസഫ് കളപ്പുരയ്ക്കൽ, 2003-ലെ പ്രസിഡൻ്റാണ്. മലയാളി അസോസിയേഷൻ്റെ ഒക്കെ പ്രവർത്തകനാണ്. അതുപോലെ ഫോമയുടെ പ്രവർത്തകനാണ്. ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് 2005-ൽ ലീല മാരാട്ട്, ദി അയൺ ലേഡി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ലീല ചേച്ചി ഫൊക്കാനയുടെ ലീഡറാണ്. കേരള സമാജത്തിൻ്റെ ലീഡറാണ്. പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തത് പോൾ ടി പനക്കൽ, 2007. പ്ലീസ് കം ടു ദി സ്റ്റേജ്. അദ്ദേഹം പ്രസിഡൻറ്റും എല്ലാവരും തന്നെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനും ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ വളരെ ആത്മീയതയിൽ നല്ല രീതിയിൽ പള്ളികളിലൊക്കെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നു. അടുത്തത് മേരി ഫിലിപ്പ്, 2009. മേരി ചേച്ചിയാണ് ഇവരെ ഡെയറിങ് പിടിച്ച് നടക്കുന്നത്. ഇന്ന് ഏതാണ് പ്രോഗ്രാം? ഫൊക്കാനയാണോ, നേഴ്സസ് അസോസിയേഷനാണോ, കാത്തലിക് അസോസിയേഷനാണോ, അതോ കേരള സമാജമാണോ? അത്ര സജീവമായ സാന്നിധ്യം. അടുത്തത് ജോൺ പോൾ, 2010-ലെ പ്രസിഡന്റ്, ബോർഡ് ഓഫ് ട്രസ്റ്റി. അതിനുശേഷം ഇപ്പോൾ പൈനർ ക്ലബ്ബിനെ നയിക്കുന്നു. അടുത്തതായി ഞാൻ ക്ഷണിക്കുന്നു ബോബൻ തോട്ടം, 2011 ലിംകയുടെ പ്രസിഡൻ്റായിരുന്നു. ഫൊക്കാനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. സെൻറ്റ് മേരീസ് ചർച്ചിലെ വളരെ ആക്റ്റീവായിട്ടുള്ള മതപണ്ഡിതൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് സ്വീകരിക്കുന്നത് ജോൺ പോൾ. അടുത്തതായിട്ട് ബോബൻ തോട്ടം.
എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ ശക്തരായ ആദ്യകാല നേതാക്കളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇല്ലേ? എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനും വലിയവനുമാകുന്നു എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നേതാക്കൾ ചുറുചുറുക്കുള്ള, അതിനർത്ഥമില്ല ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ചുറുചുറുക്കുള്ള വൈബ്രൻ്റായ നേതാക്കളെയാണ് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. സ്വപ്ന പറഞ്ഞതുപോലെ ഞാനും പാവം ഒരു MC ആയിരുന്നു, പക്ഷേ പ്രായമായെന്നും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി. സോ കുഴപ്പമില്ല, ഞാൻ പേര് വിളിക്കാൻ പോവുകയാണ്. ശക്തരായ നേതാക്കളിൽ ആദ്യത്തേത് 2015 പ്രസിഡന്റ് ചെറിയാൻ ചക്കാലപ്പടിക്കൽ. അടുത്തതായിട്ട് 2016, 2017 പ്രസിഡന്റ് ജോൺ കെ ജോർജ്. ഒരു നല്ല കയ്യടി കൊടുത്തേ. നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു നല്ല കയ്യടി കൊടുത്തേ. ഫാദർ നോബിയ ഇന്നത്തെ അച്ഛനും കൂടെ. അടുത്തതായിട്ട് ജോഫ്രിൻ ജോസ് ആണ്. 2018 ജോഫ്രിൻ ജോസ് വന്നിട്ടില്ല, ജോഫ്രിൻ്റെ ചാൻസ് പോയി. അതുകൊണ്ട് ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ആരെയായിരിക്കും? ആർക്കെങ്കിലും ഊഹമുണ്ടോ? ഈ പള്ളിയിലെ വളരെ ശക്തനായ ഒരു നേതാവാണ്. ഒന്ന് പറഞ്ഞേ, ആരാണ്? 2019 പ്രസിഡന്റായ പോൾ പി ജോസ്. ഫോമ അങ്ങനെ എന്നുവേണ്ട എല്ലാ പ്രസ്ഥാനങ്ങളിലും തിളങ്ങി നിൽക്കുന്ന പോൾ പി ജോസിനെ സാദരം ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. എന്തുപറ്റി? നല്ലൊരു കയ്യടിയില്ലേ? താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്, ഇന്ന് നിങ്ങൾ കണ്ടായിരിക്കും ഇവിടെ ഇരുന്ന ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനെ. പേരെന്താണ്? ലിജോ ജോൺ. ലിജോ തൊടാത്ത കാര്യങ്ങളില്ല. ലിജോയുടെ കൈ തൊട്ടാൽ എല്ലാം പൊന്നാകും. അതുകൊണ്ട് ഞാൻ ക്ഷണിക്കുകയാണ് 2020, 2021 പ്രസിഡന്റ് മിസ്റ്റർ ലിജോ ജോൺ. ഇവിടെ എനിക്ക് മൈക്കും തന്നിട്ട് ഓടിയ ഒരാളെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? എന്തിനാണെന്നറിയാവോ? ഈ പ്ലാക്ക് മേടിക്കാൻ വേണ്ടിയാണ്. ആളെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്, മിസ്റ്റർ ആൻഡോ വർക്കി. 2022 പൊക്കാന അങ്ങനെ എല്ലാ പ്രസ്ഥാനങ്ങളിലും നേതൃത്വം വഹിക്കുന്ന ആളാണ് മിസ്റ്റർ ആൻഡോ വർക്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇമ്മാനുവൽ ട്രാവൽസ് എന്നൊക്കെ. അതിൻ്റെ എല്ലാം ഓണറും എന്ന് വേണ്ട ഫോമയുടെ വലിയ നേതാവുമായ മിസ്റ്റർ ജോസ് മലയിൽ. 2023 കഴിഞ്ഞാൽ അടുത്ത വർഷം ഏതാണ്? 2024. 2024 പ്രസിഡന്റിനെ നിങ്ങൾക്ക് അറിയാമോ? ആരാണ്? മിസ്റ്റർ റോയി ആന്റണി. റോയി ആന്റണിയുടെ പ്രവർത്തന വൈഭവം കൊണ്ട് ഞങ്ങൾ 2024 25 അങ്ങ് കൊടുത്തു. വെറുതെ എടുത്തോളാൻ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഞാനിങ്ങ് എടുത്തു. സോ മിസ്റ്റർ റോയി ആന്റണി 2024. അപ്പോൾ നല്ലൊരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. നമ്മുടെ ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ ആദ്യകാല നേതാക്കൾ തൊട്ട് 2024 വരെ നമ്മളെ നയിക്കുന്ന ഇവർക്ക് നമ്മൾ എത്ര കൈയടി കൊടുത്താലും മതിയാകില്ല. നന്നായി ഒരു കൈയടി കൊടുത്തുകൊണ്ട് താങ്ക് യു.